ഹലോ, ഇന്ന് എൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആൻഡ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. നമ്മൾ തായ്ലൻഡിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 11:15 ആയപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 2 മണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൻ്റെ ടൈം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ കയറിയിട്ട് പല ടൈപ്പ് പെർഫ്യൂംസിൻ്റെ സ്മെല്ല് അറിഞ്ഞിരിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയാലും മതിയല്ലോ ഓഫർ വരുമ്പോൾ. അങ്ങനെ നമ്മൾ എല്ലാ പെർഫ്യൂംസും എല്ലാമെന്ന് വെച്ചാൽ ഒട്ടുമിക്ക പെർഫ്യൂംസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവസാനം ഞാൻ വേഴ്സാഷയിൽ തന്നെ എത്തിയിട്ടോ. കാരണം എനിക്ക് അതിൻ്റെ സ്മെല്ലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു കണ്ടിന്യൂസ് വീഡിയോ അലൗഡ് അല്ല, പിന്നെ അനാവശ്യമായ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. കുറച്ച് നഗറ്റ്സും വാങ്ങി കഴിച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും കാത്തിരുന്ന് അവസാനം ഫ്ലൈറ്റിൻ്റെ ടൈമായി. 2 മണിക്കായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്, പക്ഷെ കുറച്ച് നേരത്തെ കയറ്റിട്ടോ. ആദ്യത്തെ ഒരു അനുഭവം ആയതുകൊണ്ട് കുറച്ച് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡേ ഞാൻ ഇച്ചിരി മൂടിയായിരുന്നു. ശോശാപ്പി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് പ്രോപ്പർ ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും അവളെ വീട്ടിൽ നിർത്തിയിട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുകയാണ്. വിൻഡോ സീറ്റ് കിട്ടിയിട്ടോ. തായ്ലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൈറ്റിലാണ് കയറിയത്. അങ്ങനെ നമ്മൾ കയറി. ആദ്യത്തെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ലാൻഡിങ് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയാം. കാരണം എൻ്റെ ചെവി അടങ്ങിയിട്ട് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അങ്ങനെ നേരം പരപര വെളുത്തു തുടങ്ങി. പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാത്തത് കൊണ്ട് ഇച്ചിരി ടയേർഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് ഒന്ന് ഫ്രഷനപ്പ് ചെയ്തു, ബ്രഷ് ചെയ്തു. കാരണം പിന്നീട് നമ്മൾ പോകുന്നത് വേറൊരു ടൂറിസ്റ്റിക് സ്പോട്ടിലേക്കാണ്, ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, നേരെ ഹോട്ടലിലേക്കല്ല. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് നല്ല മിറവായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. എന്നിട്ട് നമ്മൾ ഇതായിരുന്നു കേട്ടോ തായ് എയർപോർട്ട്. മെയിൻ എയർപോർട്ട് ഇതല്ല. മെയിൻ എയർപോർട്ട് സുവർണഭൂമി എന്ന് പറഞ്ഞിട്ടൊരു എയർപോർട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് തായ്ലൻഡിൻ്റെ സിമ്മൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇതുപോലെ പ്ലക്കാർഡിൽ നമ്മുടെ ഏജൻസി അണ്ടർ വരുന്ന ക്ലയൻസിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ അറിയിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ഡ്രൈവറെ ഇൻഫോം ചെയ്യും. അതിനിടയ്ക്ക് എൻ്റെ ഫോണും ഒന്ന് മിസ്സായി എയർപോർട്ടിൽ വെച്ച്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നു. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഫോൺ തപ്പിയപ്പോൾ ഫോണില്ല. എന്നിട്ട് ഞാൻ പോയപ്പോൾ എന്തുകൊണ്ടോ ഫോൺ അവിടെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലക്കിലി അത് കിട്ടി. എന്നിട്ട് നമ്മൾ ടൈഗർ ടോപ്പിയയിലേക്കാണ് ആദ്യം പോയത്. അതായിരുന്നു കേട്ടോ ഡ്രൈവർ. നമ്മളിത് പ്രൈവറ്റ് ടൂറാണ് എടുത്തിട്ടുള്ളത്. പ്രൈവറ്റ് ടൂറിൽ നമുക്ക് ഒരു ഡ്രൈവറിന് നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരും. എന്നിട്ട് സ്പോട്ടിൽ കൊണ്ടാക്കും കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഹോട്ടലിലെത്തി. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി കഴിഞ്ഞിട്ട് അതിവിശാലമായ ഒരു ഹോട്ടലായിരുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ബൊഫെ ടൈപ്പായിരുന്നേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത് ഫുഡ് കഴിക്കാനാണ്. പല ടൈപ്പ് ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. അങ്ങനെ നമ്മളൊരു പ്ലേറ്റൊക്കെ ഒപ്പിച്ച് ഭക്ഷണം എടുക്കാൻ വേണ്ടി പോയി. അതിനിടയ്ക്ക് നമ്മൾ ചായയും കോഫിയൊക്കെ നമ്മൾ എല്ലാം സെൽഫ് സർവീസാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാമല്ലോ. അങ്ങനെ അവിടുത്തെ മെയിൻ ഫുഡ് ഉപ്പുമാവ്, സാമ്പാർ റൈസ്, വട, പിന്നെ നല്ല ഫ്രഷ് കട്ട് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇരുന്നതിൻ്റെ വ്യൂ ഒരു സൈഡിൽ ഈ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. കണ്ടപ്പോൾ എന്തിൻ്റെയോ ഒരു കൂട് പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ സൂക്ഷിച്ച് നോക്കിയെങ്കിലും ഒറ്റ മൃഗത്തെ കാണാൻ പറ്റിയില്ല. പിന്നെ ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എല്ലാം ഈ കട്ട് വെജിറ്റബിൾസൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയോ. ക്യാബേജിനൊന്നും ഒരു കുത്തലുമില്ല. അതുപോലെ തന്നെ ബീട്രൂട്ടിനും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്നതിനിടയ്ക്കാണ് ഈ കൂട്ടിൽ ഒന്നും കൂടെ നമ്മുടെ കണ്ണ് പെട്ടത്. അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു, അതിഭീകരനായ ഒരു കടുവ. നമ്മളത് അറിഞ്ഞില്ല. എന്നിട്ട് ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ടൈഗറിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ജൈൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൈഗർ ഉണ്ട്. ആ പുള്ളിക്കാരൻ്റെ ഒപ്പമാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടിയിരുന്നത്. അത് അൺലോക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ എന്തോ അവിടെ ആയതുകൊണ്ട് എന്തോ നമ്മൾ വേറൊരു കടുവയുടെ ഒപ്പമാണ് ഫോട്ടോ എടുത്തത്. ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അറിയാലോ, കടുവ നിസ്സാരക്കാരനല്ല. അങ്ങനെ നമ്മൾ ഈ ഒരു കടുവയുടെ ഒപ്പം ലോക്ക്ഡായിരുന്നു കേട്ടോ. കഴുത്തിക്കൂടെ ഒരു ചങ്ങല ഇട്ടിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ കടുവയുടെ അടുത്ത് എത്തിയത് 2 സൈഡിലും കുറച്ച് മൃഗങ്ങളും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവരൊക്കെ നമ്മൾ പാസ് ചെയ്തിട്ടാണ് ആ കടുവയുടെ ഒപ്പം എത്തിയത്. എല്ലാം നമ്മളെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ഭയങ്കര കൂളായിട്ടായിട്ടോ നിൽക്കുന്നുണ്ടായിരുന്നേ. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോകാൻ നിൽക്കണേ. ആ വഴിയരികിൽ കണ്ട ഒരു കഫേയാണ് കേട്ടോ. എന്ത് രസമായിരുന്നു എന്നറിയോ. ഈ ഓർക്കിഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ശരിക്കും നമ്മുടെ ക്ലൈമറ്റ് ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് നമ്മൾ ടയേർഡായി പോകും. അങ്ങനെ നമ്മൾ ഗോൾഡൻ സീ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി. നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു 1000 ബാത്ത് അവിടെ കെട്ടണം. നമുക്ക് ചെക്കൗട്ട് ചെയ്യുമ്പോഴാണ് അത് അവർ തിരിച്ചു തരാം. അപ്പോൾ ഓൺ ദ വേ ഇങ്ങനെ അവരുടെ ചെറിയൊരു പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ദൈവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അറിയില്ല ബുദ്ധൻ്റെ ആണോ എന്താണെന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്നാക്സ് ഒക്കെ കിട്ടും, ഡ്രിങ്ക്സും സ്നാക്സൊക്കെ. പിന്നെ നമ്മൾ ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ്നപ്പ് ആയതിനു ശേഷം വീണ്ടും 1 മണിയായപ്പോൾ ഡ്രൈവർ വന്നു കേട്ടോ. ഈ ചേട്ടന് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ബാക്കിയുള്ള ഡ്രൈവേഴ്സിന്
ഒരു തരി ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ജെംസ് ഗാലറിയിലേക്കാണ്. ജെംസ് ഗാലറി എന്ന് പറയുമ്പോൾ പല ടൈപ്പ് സ്റ്റോൺസിൻ്റെ ഒരു എക്സിബിഷൻ പ്ലസ് ജ്വല്ലറി ആയിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ ക്യൂവിലൊക്കെ നിന്നിട്ട് നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ നമ്പർ നമ്മുടെ ഡ്രസ്സിൽ സ്റ്റിക്ക് ചെയ്യും കേട്ടോ. അതനുസരിച്ചാണ് നമ്മൾ അവർ വിളിക്കുന്നത്. ഈ ചേച്ചിയാണ് ആ നമ്പർ എഴുതി തരുന്നത്. എന്നിട്ട് നമുക്കൊരു സ്റ്റിക്കർ തരും. ഈ വണ്ടിയിലാണ് നമ്മൾ ആ ഒരു എക്സിബിഷൻ കാണാൻ പോകുന്നത്. എനിക്ക് ആദ്യം ഇത് കണ്ടപ്പോൾ തോന്നി നമ്മുടെ ബാലരമ കേവ് ഇല്ലേ, അതിലേക്ക് കയറി പോകുന്നതാണ്. നമ്മൾ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തിരുന്നത്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഉണ്ട്. അങ്ങനെ നമ്മൾക്ക് ആ സ്ക്രീനിലും അതുപോലെ തന്നെ ഒരു ഡെമോ ആയിട്ട് എങ്ങനെയാണ് ഒരു ഡയമണ്ട് അല്ലെങ്കിൽ സ്റ്റോൺസ് ഫോം ചെയ്യുന്നത്, പല ടൈപ്പ് ജെംസ് ഫോം ചെയ്യുന്നതിനുള്ള വളരെ വിശദീകരണമായിട്ടുള്ള ഒരു ഡെമോ കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്ത് അടിപൊളിയായിട്ടാണെന്ന് അറിയോ ചെയ്തേക്കുന്നത്. നമുക്ക് ഒട്ടും ബോറടിക്കില്ല. പിന്നെ നമ്മൾ വണ്ടിയിലും കൂടിയാണ് നടക്കണ്ട, അപ്പോൾ നമ്മൾ ഒട്ടും ബോറടിക്കില്ല. അതിനുശേഷമാണ് ഇവരുടെ മെയിൻ ജ്വല്ലറിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇനി നമ്മൾ ജ്വല്ലറിയിലേക്ക് കയറാൻ പോവുകയാണ്. പോകുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒറിജിനൽ ഫോംസ് ഓഫ് സ്റ്റോൺസ് ആണ്. ഏതൊക്കെ ടൈപ്പ് സ്റ്റോൺസ് അല്ലെങ്കിൽ ജെംസ് ആണ് ഏതിന്നൊക്കെ ഉണ്ടാവുന്നതെന്ന്. പിന്നെ ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫാണ്. പോളിഷിങ്ങിനും കട്ടിങ്ങിനും ഡിസൈനിങ്ങിനും ഷേപ്പിങ്ങിനും അങ്ങനെ ഓരോന്നിനും ഓരോ സ്റ്റാഫാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉണ്ടല്ലോ കണ്ണ് നമ്മുടെ കുളിര് കൊണ്ടുവന്നൊക്കെ നമുക്ക് പറയാം. കാരണം അത്ര അടിപൊളി ഡിസൈനായിരുന്നു കേട്ടോ. ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ അവിടെ അലൗഡ് അല്ലായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലായിരുന്നു. നമ്മൾ 2 പേര് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോട്ടിൽ നമ്മൾ 2 പേരും മാത്രം. ഒരു ഉച്ചമുക്കാലൊക്കെ ആയപ്പോഴേക്കാണ് നമ്മൾ അവിടെ എത്തിയത്. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബോട്ടിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഷീറ്റ് വിരിച്ചിട്ടേക്കുന്നത് കൊണ്ട് നല്ല ആശ്വാസമായിരുന്നു. അങ്ങനെ നമ്മൾ തൊട്ട് സൈഡിൽ ഇരുവശങ്ങളിലൂടെ കുറേ ലോക്കൽ ഷോപ്സുകളുണ്ട്. അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിങ്ങനെ ചെറിയ ബ്രിഡ്ജിൻ്റെ താഴത്ത് കൂടിയും അതുപോലെ തന്നെ ചെറിയൊരു നാരോ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ പോകട്ടോ. നല്ല രസമാണ്. പിന്നെ കുറേ അമ്മച്ചിമാരും ചേച്ചിമാരൊക്കെ ട്രഡീഷണൽ ഫുഡും ബാക്കി സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. അങ്ങനെ ഈ തോണിയുന്ന ചേട്ടൻ നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടാക്കൂട്ടോ. അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രീറ്റ് മാർക്കറ്റ് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ ചേച്ചി ഇവിടെ നിൽക്കുന്നത് കണ്ടോ, ഇത് പെയ്ഡാണ് കേട്ടോ. നമുക്ക് ഇവരുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റും പെയ്ഡായിട്ട്. വിൻഷിൻസ് കണ്ടോ, ഇത് വിൻഷിൻസിൻ്റെ ഒരു ഷോപ്പാണ്. അതുപോലെ തന്നെ കുറേ ഷോപ്സുകളുണ്ട് കേട്ടോ. ഇത് അരോമാറ്റിക് സോപ്സ് വിൽക്കുന്ന ഒരു കടയാണ്. ഇത് പല ടൈപ്പിലുള്ള പല ഷേപ്പിൽ കിട്ടും. നമുക്കിത് റൂം ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒതളങ്ങയുണ്ട്. ഒതളങ്ങ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ബീച്ച് സൈഡ് ആയതുകൊണ്ടായിരിക്കണം ഒതളങ്ങ കണ്ടത്. പിന്നെ ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് നന്നായിട്ട് പടം വരയ്ക്കുന്നുണ്ടായിരുന്നു. എന്ത് ടൈപ്പ് ആട്ടാന്ന് എനിക്കിത് അറിയില്ല, ഡ്രോയിങ് ആണെന്ന് അറിയില്ല. പക്ഷെ ഒരു ഫ്ലൂറസൻ കളറൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ചിക്കനായിരുന്നു. ചിക്കനാകുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ കഴിക്കാമല്ലോ. പക്ഷേ ഇത് നോൺ സ്പൈസി ആൻഡ് സ്പൈസി ആയിട്ട് ഓർഡർ ചെയ്തത്. ഇത് ഒട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കാകെ എന്തോ പോലെ ഒരു വൃത്തികെട്ട സ്മെല്ലും. അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് നമ്മൾ ട്രൈ ചെയ്യണമെന്ന് ഞാൻ കുറച്ച് മുന്നേ ആഗ്രഹിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ കോക്കനട്ടിൻ്റെ എന്തോ ഒരു ജ്യൂസും അവർ ഒരു ക്രീം ടൈപ്പ് സംഭവം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബൈറ്റിൽ നമുക്കൊന്നും തോന്നില്ല കേട്ടോ. പക്ഷേ വീണ്ടും കഴിക്കുക. ഒരു അഡിക്റ്റഡ് ടേസ്റ്റാണ് ഇതിന്. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മട്ടുന്ന ടേസ്റ്റും കൂടെ വരും. പക്ഷേ ഈ മാംഗോ ഉണ്ടല്ലോ അത് വേറെ ലെവൽ ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ പനനങ്ക് എന്നൊക്കെ പറയില്ലേ, നൊങ്ക്, ആ സംഭവമാണ്. ആ നൊങ്കിൻ്റെ ആ ഒരു ജ്യൂസും അതിൻ്റെ ഉള്ള ആ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ഭയങ്കര റിഫ്രഷിംഗ് ആണ് കുടിക്കുമ്പോൾ. പക്ഷെ അവസാനം എത്തുമ്പോഴേക്കും നമുക്ക് എന്തോ ഒരു മട്ടുന്ന പോലെ തോന്നും. അങ്ങനെ നമ്മൾ പിന്നീട് എത്തിയത് ഗോൾഡൻ ടെമ്പിളിലായിരുന്നു. ഇവിടെ നമുക്ക് പല ബുദ്ധൻ്റെ പോസ്റ്റേഴ്സ് കാണാം കേട്ടോ. ഞാൻ ശരിക്കും ടയേർഡായി പോയി. കാരണം നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ കയറി വന്ന് ഇതൊരു കുറച്ചൊരു ടോപ്പ് പോയിന്റിലാണ്. അതുപോലെ തന്നെ അവിടെ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനകൾ പല രീതിക്കായിരുന്നു കേട്ടോ. സാമ്പ്രാണി തിരി കത്തിച്ച് അതുപോലെ തന്നെ കുറേ പേര് ധ്യാനത്തിലിരുന്ന്. ഇത് കണ്ടോ, ഇതെനിക്ക് എന്താണെന്ന് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് മനസ്സിലായില്ല. ഇത് ബുദ്ധനുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ സംഭവമാണ്. സേവ പോലെ നമുക്ക് തോന്നും കേട്ടോ. കുറേ റെഡ് ജ്യൂസൊക്കെ അവരിങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ പട്ടായി സിറ്റി മുഴുവനായിട്ട് കാണാം കേട്ടോ. ഒരു നല്ലൊരു ബീച്ച് സൈഡും അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് ചെറിയ ചെറിയ ബോട്ടുകളാണ്. അതും ഒരു ബിസിനസ്സാണ്. അത് ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് നമ്മൾ വീട്ടിലെത്തി ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് രാത്രി ഒന്നും ഇല്ലാത്താൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റിലെത്തും. അത് അവിടുത്തെ മെയിൻ പട്ടായയിലുള്ള മെയിൻ സ്ട്രീറ്റാണ്. മെയിൻ ഗേൾസും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡും എല്ലാം കിട്ടുന്നത്. കുറച്ചും കൂടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് അവിടെ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഗ്രാബ് പിടിച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ വാക്കിംഗ് സ്ട്രീറ്റിൽ എത്തിയിട്ടോ. നല്ല അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ ഇതുപോലെ നല്ലൊരു വൈബാണ്. പക്ഷെ ഒത്തിരി സെക്സ് വർക്കേഴ്സിനെയൊക്കെ കാണാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ഓരോ തീമായിട്ടാണ് കേട്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഒരു റഷ്യൻ സുന്ദരിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ഒത്തിരി ഇതുപോലെയുള്ള ആൾക്കാർ ആഡ് ചെയ്യുന്നത്, അതായത് കസ്റ്റമേഴ്സിനെ ഇമ്പ്രസ് ചെയ്യുവാനായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിൽ ഒത്തിരി ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും, ബോയ്സ് ഉണ്ടാവും, ഗേൾസ് ഉണ്ടാവും. പിന്നെ ഓരോ സ്ഥലങ്ങളുടെ ഫ്രണ്ടിൽ ഓരോരുത്തർ ഓരോ തീമിലും ഓരോ യൂണിഫോമിലായിരിക്കും ആളുകൾ ഇമ്പ്രസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും. അതായത് കണ്ടോ, അത് ബ്ലാക്കിലാണ് മുഴുവനായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് മുഴുവനായിട്ട് പകർത്താൻ പറ്റിയില്ല കേട്ടോ, കാരണം ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് റെഡിലായിരിക്കും. അങ്ങനെ നല്ല ഭംഗിയായിട്ട് അവരെ കാണാനായിട്ട്. അങ്ങനെ നമ്മളതൊക്കെ നടന്ന് വന്നപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ സ്മൂത്തി ആയിട്ട് മിക്സിയിൽ അടിച്ച് തരും. ഇത് നമ്മൾ ഗ്രേപ്സ് ആണ് സെലക്ട് ചെയ്തത്. പോണ വഴിക്ക് നമ്മളൊരു ശിവാവേനെ കണ്ടു. ഇവൻ ടെററായിരുന്നു കേട്ടോ. നമ്മൾ അതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല. കണ്ടില്ലേ. അങ്ങനെ നമ്മൾ മെയിൻ ഫുഡ് സ്ട്രീറ്റിൽ എത്തിയതായി. ഇത് മുതലിറച്ചിയാണ് കേട്ടോ. മുതലയുടെ തലയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഒരു സ്മെല്ലുണ്ടായിരുന്നു. എനിക്കത് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ തിന്ന ചിക്കനും അതേ സ്മെല്ലായിരുന്നു. അതുകൊണ്ട് മുതലയായിരുന്നു അവർ തന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഇത് ലഗൂൺ ഫ്രൂട്ട്സ് ആണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെല്ലാം നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. ഇതൊക്കെ 60 ബാത്ത് ആട്ടോ സ്റ്റാർട്ടിങ്. 60 ബാത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു 120+ വരും കേട്ടോ. 120, 180, 190 ഒക്കെ വരും. അങ്ങനെ നമ്മൾ തേടി പിടിച്ച് അവസാനം ഒരു മോമോസിൻ്റെ ഷോപ്പിലെത്തി. എന്നിട്ട് ഫ്രൈഡ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രൈഡ് ആകുമ്പോൾ കുറച്ചും കൂടെ അകത്തെ സംഭവങ്ങളൊക്കെ വേവുമല്ലോ, നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് അതായിരുന്നു ടെൻഷൻ. അങ്ങനെ നമ്മൾ ഫ്രൈഡ് മോമോസ് വാങ്ങി. ഫ്രൈഡ് മോമോസിന് 3 പീസസിന് 60 എന്തായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് വലിയ പീസുകളായിരുന്നു. അങ്ങനെ അവർ തന്ന ഒരു സോയാ സോസിൻ്റെ ഒരു സീസണിങ് സംഭവം ഉണ്ടായിരുന്നു. അതിൽ മുക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതിനുശേഷം നമ്മളൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഈ ഒന്നാമത്തെ കാര്യം തായ്ലൻഡിൽ കുറേ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പം നമുക്ക് പറഞ്ഞ് അവരെ ഉള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വെൽ കുക്കായിട്ടുള്ള ചിക്കനൊക്കെ മതിയെന്ന് പറഞ്ഞ് അത് ഓക്കെ ആയിട്ടോ. കുറച്ച് സ്പൈസി ആയിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സോസും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ട്രൈ ചെയ്തു. അതെന്തോ വിനാഗിരി ഫിഷ് ഓയിലൊക്കെ വെച്ചിട്ട് ഒരു വൃത്തികെട്ട ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഒരു മാംഗോ സ്റ്റിക്കി റൈസ്, ഇച്ചിരി വലുതാട്ടോ. അത് 100 ബാത്താണ്. നമ്മൾ അന്ന് വാങ്ങിയത്, ഇന്ന് തന്നെ കുറച്ച് മുൻപ് വാങ്ങിയത് 60 ബാത്തായിരുന്നു. നല്ലൊരു ഫ്രഷ് ആയിട്ട് തോന്നി കേട്ടോ. കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് കാണുമല്ലോ, 100 ബാത്തായല്ലോ. അങ്ങനെ നമ്മൾ നിക്കിയല്ലോ, ഞാൻ ശിവാവേനെ നിക്കി നാട്ട് വിളിക്കണ ഒരു വീഡിയോയിൽ കണ്ടിട്ടില്ലേ, എന്ന് കാണിക്കണത്. ഇത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ട്രൈ ചെയ്യുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ മാംഗോ വെച്ചിട്ട് ആ കോമ്പിനേഷൻ വരുമ്പോഴാണ് അടിപൊളി. അപ്പോൾ നമ്മുടെ റൂമിലെത്തിയിട്ട് അതും കൂടെ കഴിച്ച് ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇതിൻ്റെ ഫുഡ് വ്ലോഗ് ഞാൻ വേറെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കീപ് സപ്പോർട്ടിങ് മീ. ബൈ.